ഷാർജയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഖോർഫക്കാനിലേക്ക് പുതിയ മലയോര പാത നിർമ്മിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലേക്കാണ് പുതിയ മലയോര പാത. എമിറേറ്റിലെ ശൈത്യകാല വിനോദസഞ്ചാരം കൂടുതൽ ആസ്വാദികരമാക്കുന്നതിനാണ് പദ്ധതി. ഇതുവരെ കാണാത്ത അത്ഭുതം. ഇങ്ങനെയാണ് ഷാർജയിലെ ഖോർഫക്കാൻ മലനിരകളിലേക്ക് നിർമ്മിക്കുന്ന പുതിയ പാതയുടെ വിശേഷണം. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് പുതിയ റോഡ് പദ്ധതി പ്രഖ്യാപിച്ചത്. ശൈത്യകാലത്ത് പർവ്വതനിരകളിലേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനാണ് പദ്ധതി. അൽ ഖുസൈർ തുരങ്കത്തിൽ നിന്നും പാത ആരംഭിക്കും. മലനിരകളിലൂടെ സഞ്ചരിച്ച് മനോഹരമായ വഴിയോര കാഴ്ചകൾ സമ്മാനിച്ച് ഖോർഫക്കാനിലെ ഏറ്റവും വലിയ പർവ്വതനിരകളിൽ അവസാനിക്കും. ഖോർഫക്കാന്റെ നോക്കത്താ ദൂര കാഴ്ചകൾ സന്ദർശകർക്ക് സമ്മാനിക്കും വിധമാണ് പദ്ധതി. ഖോർഫക്കാനിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച പാത പർവ്വത പ്രദേശങ്ങളിലേക്കാണ് എത്തുക. റോഡ് പദ്ധതിക്കൊപ്പം കൽബയിൽ ജബൽ ദീം പദ്ധതിയും തുറക്കുമെന്ന് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ അറിയിച്ചു. യാത്രക്കാരെ വലച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം. ദുബായ് കോഴിക്കോട് വിമാനത്തിന്റെ AC തകരാറിനെ തുടർന്ന് വിമാനം റദ്ദാക്കി. യാത്രക്കാരെ 3 മണിക്കൂറിലധികം വിമാനത്തിലിരുത്തിയ ശേഷമാണ് പുറത്തിറക്കിയത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ദുബായിൽ നിന്നും കോഴിക്കോടേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് യാത്രക്കാരെ പെരുവഴിയിലാക്കിയത്. 8:15 ബോർഡിംഗ് ആരംഭിച്ചു. വിമാനത്തിനുള്ളിലെ എയർ കണ്ടീഷനിംഗ് സംവിധാനം പ്രവർത്തിക്കാതെ വന്നതോടെ യാത്രക്കാർ ദുരിതത്തിലായി. ആദ്യം വിമാനം പുറപ്പെടുന്നതിനായി തയ്യാറായെങ്കിലും തകരാർ പരിഹരിച്ചുടൻ പുറപ്പെടുമെന്ന് അറിയിപ്പുണ്ടായി. കനത്ത ചൂടിൽ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ വിമാനത്തിൽ കുടുങ്ങി. തുടർന്ന് ഉച്ചയ്ക്ക് 12:15 പ്രവർത്തനപരമായ കാരണങ്ങളാൽ വിമാനം റദ്ദാക്കിയതായി യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു. യാത്രക്കാരെ പിന്നീട് ഹോട്ടലിലേക്ക് മാറ്റി. നാളെ പുലർച്ചെ 2:10 പകരം സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ അറിയിച്ചു. യൂണിയൻ പ്രതിജ്ഞാ ദിനം ആചരിച്ച UAE. രാജ്യം രൂപീകൃതമാകുന്നതിന് മുന്നോടിയായി 1971 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന പേര് നൽകിയതിന് പ്രാധാന്യം നൽകിയാണ് ജൂലൈ 18 യൂണിയൻ പ്രതിജ്ഞാ ദിനമായി ആചരിക്കുന്നത്. ദിനത്തിൽ രാഷ്ട്ര നേതാക്കൾ ആശംസകൾ അറിയിച്ചു. 2024 UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ജൂലൈ 18 യൂണിയൻ പ്രതിജ്ഞാ ദിനമായി പ്രഖ്യാപിച്ചത്. 1971 ജൂലൈ 18 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്തിന് പേര് നൽകിയത്. ഈ ദിവസത്തിന് പ്രാധാന്യം കണക്കിലെടുത്ത ജൂലൈ 18 യൂണിയൻ പ്രതിജ്ഞാ ദിനമായി പ്രഖ്യാപിച്ചു. UAEയുടെ സ്ഥാപക പിതാവ് ഷെയ്ഖ് സായിദിന്റെ സാന്നിധ്യത്തിൽ വിവിധ എമിറേറ്റുകളിൽ ഒന്നിച്ചു ചേർന്ന് നടത്തിയ യോഗത്തിലാണ് രാജ്യത്തിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്ന് പേര് നൽകുന്നതിന് തീരുമാനമായത്. അന്നു തന്നെ രാജ്യത്തിനായി തയ്യാറാക്കിയ ഭരണഘടനയിലും ഭരണകർത്താക്കൾ ഒപ്പുവെച്ചു. രാജ്യത്തിനായി അടിത്തറയിട്ട സുപ്രധാന ദിവസമായതിനാലാണ് യൂണിയൻ പ്രതിജ്ഞാ ദിനം ആചരിക്കുന്നത്. NTV UAE to the world.